ശ്രീലങ്കൻ വ്യോമസേനാംഗങ്ങൾക്ക് പരിശീലനം. निकालेगा बाहर जाने के बाद ऐसे इतना क्लैरिटी नहीं. സൈനിക നടപടികൾക്കിടയിൽ തമിഴ് വംശജർക്കെതിരെ ശ്രീലങ്കൻ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ശ്രീലങ്കൻ വിരുദ്ധ വികാരം ശക്തമാക്കിയത്. 2G സ്പെക്ട്രത്തിന്റെ വില നിർണ്ണയത്തിനുള്ള മന്ത്രിതല സമിതി പുനഃസംഘടിപ്പിച്ചു. പി ചിദംബരമാണ് സമിതി അധ്യക്ഷൻ. AK ആന്റണി, അംബിക സോണി, കപിൽ സിബൽ, സൽമാൻ ഖുർഷിദ്, വി നാരായണസ്വാമി, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ എന്നിവരാണ് പുതിയ സമിതി അംഗങ്ങൾ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ വ്യക്തമാക്കി. 12ാം പദ്ധതിക്കാലത്ത് 8.5% വളർച്ച നേടാനുള്ള സാഹചര്യമുണ്ട്. രാജ്യത്തെ ദാരിദ്ര്യം പ്രതിവർഷം 2% വീതം കുറഞ്ഞുവരികയാണ്. എന്നാൽ കാലഹരണപ്പെട്ട സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത് പ്രശ്നം സൃഷ്ടിക്കുന്നു. പദ്ധതികൾ വൈകുന്നതുമൂലം ചെലവ് കൂടുന്ന പ്രശ്നവും പരിഹരിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 12ാം പഞ്ചവത്സര പദ്ധതിക്ക് ഓഗസ്റ്റ് 2ാം വാരം അനുമതി നൽകുമെന്ന് മൊണ്ടേക് സിംഗ് അലുവാലിയ അറിയിച്ചു. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും രാജ്യസഭാംഗവുമായ മായാവതിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് സുപ്രീംകോടതി റദ്ദാക്കി. മായാവതിക്കെതിരായി FIR രജിസ്റ്റർ ചെയ്തത് അനാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി തങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടാണ് കേസെടുത്തതെന്നും ആരാഞ്ഞു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവൊന്നും തന്നെ കണ്ടെത്താൻ CBIക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ജസ്റ്റിസ് P സദാശിവം അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. 8 വർഷം മുമ്പാണ് മായാവതിക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തത്. നിലവിലുള്ള